തിരഞ്ഞെടുപ്പ് മത്സരചിത്രം തെളിഞ്ഞതോടെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പ്രമുഖ നേതാക്കളെ പ്രചാരണത്തിനിറക്കി പരമാവധി വോട്ടുറപ്പിക്കാനാണ് ശ്രമം. സണ്ണി ജോസഫിനായി ഇരട്ടിയിൽ കെ സുധാകരൻ പ്രചാരണത്തിലെത്തും. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് തൃശൂരിലാണ്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസനാണ് ചേരുന്നത്. രാജേഷ്, ഇപ്പോൾ മത്സരചിത്രമൊക്കെ തെളിഞ്ഞതോടെ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇപ്പോൾ പ്രമുഖ നേതാക്കളെയൊക്കെ പ്രചാരണത്തിനിറക്കി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും സൂക്ഷ്മ പരിശോധനയും തുടർന്നുള്ള പത്രിക പിൻവലിക്കൽ സമയപരിധി അവസാനിച്ചതോടെയാണ് സംസ്ഥാനത്തെ പോരാട്ട ചിത്രം അത് വ്യക്തമായത്. 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അതിനായി തന്നെ പ്രചരണത്തിനായി ഈ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രർക്കും പ്രചരണത്തിനായി ഇനിയുള്ളത് 11 ദിവസം മാത്രമാണുള്ളത്. 13-ാം ദിവസം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിൽ പ്രചരണം സജീവമാക്കാൻ തന്നെയാണ് 3 മുന്നണികളുടെയും തീരുമാനം. പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പ്രചരണത്തിനിറങ്ങി ആ വോട്ട് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ മുന്നണികളുടെ തീരുമാനം. ഈ മല്ലികാർജ്ജുന ഖാർഗെക്ക് പിന്നാലെ ഇനി ദേശീയ തലത്തിൽ നിന്നും NDAയുടെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഞായറാഴ്ചയോടെ കേരളത്തിലെത്തും. ആദ്യം പാലക്കാടായിരിക്കും എത്തുക. തുടർന്ന് തൃശ്ശൂരിൽ പത്മനാഭ വേണുഗോപാലിന്റെ പ്രചരണ രംഗത്ത് റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ പ്രധാനമന്ത്രി സജീവമാകുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രചരണ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ യോഗം ഇന്ന് തൃശ്ശൂരിലാണ്. മുഖ്യമന്ത്രി ഇനി എന്ത് പറയും, അല്ലെങ്കിൽ CPI BJP ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇന്നെന്തെങ്കിലും മറുപടി നൽകുമ്പോൾ അല്ലെങ്കിൽ തുടർന്നുള്ള പ്രത്യാരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. അതേസമയം തന്നെ UDF ക്യാമ്പും വളരെ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത്. ഇന്ന് പേരാവൂരിൽ കെ സുധാകരൻ അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഒരു സമയം വരെ ഇടഞ്ഞു നിന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കല്ലുകടിയായിട്ടുള്ള കെ സുധാകരൻ പേരാവൂരിൽ സണ്ണി ജോസഫിനായി പ്രചരണത്തിന് ഇന്ന് ഇറങ്ങും. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഇതൊരു മഞ്ഞുരുകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരെ കെ സുധാകരൻ രംഗത്തിറങ്ങുന്നത്. പേരാവൂരിൽ ശക്തമായ മത്സരം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാവ് അല്ലെങ്കിൽ കണ്ണൂരിൽ വളരെ സ്വാധീനമുള്ള കെ സുധാകരനെ തന്നെ ഇറക്കി വോട്ടുറപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ കോൺഗ്രസ് മെനയുന്നത്. അതേസമയം തന്നെ ഇടതു മുന്നണികളും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നുണ്ട്. തുടർഭരണം 10 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച പിന്നാലുള്ള തുടർഭരണം ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പ് പ്രകടമാക്കുന്നത്. അതേസമയം തന്നെ BJP പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വോട്ട് നേടാൻ അല്ലെങ്കിൽ സീറ്റ് പിടിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് NDA ക്യാമ്പ് പ്രകടമാക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലും പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചത് പിന്നാലെയാണ് സംസ്ഥാനത്തെ പോരാട്ട ചിത്രം അത് തെളിഞ്ഞത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി 890 സ്ഥാനാർത്ഥികൾ ജനവിധി തേടും. അതിൽ 95 പേരായിരുന്നു ഈ സ്ഥാനാർത്ഥികളുടെ പ്രകടന പത്രിക പിൻവലിച്ചത്. അത് അപര സ്ഥാനാർത്ഥികൾ വെല്ലുവിളിയായ സാഹചര്യത്തിൽ പാർട്ടി ഇടപെട്ട് സ്ഥാനാർത്ഥികളെ പിൻവലിച്ചതാണോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. എന്നാലും 11 നാൾ മാത്രമാണ് ഇനി കേരളം അല്ലെങ്കിൽ ജനങ്ങൾ ബൂത്തിലെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്തെ 3 മുന്നണികളും സജീവമാകുന്നുണ്ട്. അതിൽ തന്നെ ഇത്തവണയും ആരോപണം പ്രത്യാരോപണം വാദപ്രതിവാദങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയുധമായി 3 മുന്നണികളും പ്രയോഗിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുല്യ, ശരി, വ്യക്തമാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെ ഇപ്പോൾ മത്സരചിത്രമൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇപ്പോൾ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മുന്നണികൾ. പ്രമുഖ നേതാക്കളെയൊക്കെ പ്രചരണത്തിനിറക്കി പരമാവധി വോട്ട് ഉറപ്പിക്കാനൊക്കെയാണ് ശ്രമം നടത്തുന്നത്. സണ്ണി ജോസഫിനായി ഇരട്ടിയിൽ കെ സുധാകരനാണ് പ്രചരണത്തിനിറങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് തൃശ്ശൂരിലാണ് സംഘടിപ്പിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് മുന്നണികളൊക്കെയും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്.